യെസ്, തുടങ്ങാം നമുക്ക്. എടാ നിങ്ങൾക്ക് ഈ കട്ട് ദ റോപ്പ് എന്താണെന്ന് അറിയാമോ? അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കട്ട് ദ റോപ്പ്. എന്താ കട്ട് ദ റോപ്പ് എന്ന് പറയുന്നത്? കയറ് മുറിച്ച് കളയുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതാണ് തനാജി. നിങ്ങൾ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇനി അദ്ദേഹത്തിന്റെ അനിയന്റെ പേര് സൂര്യാജി അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഇദ്ദേഹമായി ബന്ധപ്പെട്ടാണ് ഈ കട്ട് ദ റോപ്പ് എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഛത്രപതി ശിവാജി മഹാരാജിനെ അറിയാലോ? നമ്മുടെ ഏകദേശം ആ ഒരു മഹാരാഷ്ട്ര ഭാഗമൊക്കെ ഭരിച്ചിരുന്ന, കർണാടക മഹാരാഷ്ട്ര ഭാഗമൊക്കെ ഭരിച്ചിരുന്ന ഒരു രാജാവാണ്. ഏകദേശം ഒരു 1500 1600 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇദ്ദേഹത്തിനൊരു വലിയ കോട്ട പിടിച്ചടക്കണം. അപ്പോൾ ആരെ ഏൽപ്പിക്കുന്നത്? തനാജീനെയാണ് ഏൽപ്പിക്കുന്നത്. തനാജിയും അയാളുടെ അനിയൻ സൂര്യാജിയും ഒരു 1000-400 പടയാളികളും കൂടെ പോയി. ഈ കോട്ടേന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മലേന്റെ മുകളിലാണ്. മെയിൻ ഗേറ്റ് വഴി കടന്നു ചെല്ലുന്ന ഒരാൾക്കും അത് പിടിച്ചെടുക്കാൻ പറ്റൂല. നൈസായിട്ട് ഈ അവിടെ നിൽക്കുന്ന പട്ടാളക്കാർ തട്ടിക്കളയും. ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് പിടിച്ചെടുക്കാൻ പറ്റൂല. പിന്നെ ഉള്ളത് ഈ മലേന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല കുത്തനുള്ള ചെങ്കുത്തായിട്ടുള്ള ചെരിവാണ്. ഈ ചെരുവിൽ കൂടെ ഒരു മനുഷ്യന് കയറി വരാൻ പറ്റൂല. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കയറ് കെട്ടി, താഴേന്ന് കയറ് കെട്ടി, ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ 100-300 ആളുകൾ എന്ത് ചെയ്തു? മുകളിൽ കയറി, ഈ കോട്ടേന്റെ അകത്ത് കയറി. കോട്ടേന്റെ അകത്ത് കയറി യുദ്ധം തുടങ്ങി. ഇവരെ നയിച്ചത് ഈ തനാജി എന്ന് പറയുന്ന ആളായിരുന്നു. പക്ഷെ പുള്ളി എന്തായി പോയി? യുദ്ധത്തിന്റെ ഇടയ്ക്ക് മരിച്ചുപോയി. ഭയങ്കര യുദ്ധം നടന്നത്, യുദ്ധത്തിന്റെ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പൊ ഈ പടയാളികൾക്ക് എല്ലാവർക്കും ഒരു എനർജി പോയി. നമുക്കറിയാം, നമ്മളെ നേതാവ് മുന്നിൽ നിന്ന് നയിക്കുന്ന ആൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൺഫ്യൂസ്ഡ് ആവും. ഇവർ തിരിച്ചു ഓടാൻ തീരുമാനിച്ചു. ഇപ്പൊ തിരിച്ചു ഓടാൻ തീരുമാനിച്ചപ്പോൾ ഈ സൂര്യാജി എന്ന് പറയുന്ന ആള് ഒരു ഭയങ്കര പ്രസംഗം നടത്തുന്നതാണ് ഈ ബേസിക് ആയിട്ട് ഈ സ്റ്റോറി. അതായത് നിങ്ങൾ തിരിച്ചു പോയിട്ട് കാര്യമില്ല, ആ കയറൊക്കെ ഞാൻ എന്ത് ചെയ്തു? അറുത്ത് കളഞ്ഞു. നിങ്ങൾ ഒരു സാധനം ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്, അത് നേടാതെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ ഇവിടെ കഷ്ടത്തിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഈ മൊറയിൽ നശിച്ചുപോയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നശിച്ചുപോയ ആൾക്കാരൊക്കെ തിരിച്ച് വളരെ കോൺഫിഡൻ്റ് ആയി തിരിച്ചു വന്നു. എന്നിട്ട് ഈ നല്ലപോലെ യുദ്ധം ചെയ്തിട്ട് ആ ഒരു കോട്ട പിടിച്ചെടുത്തു. ഇത് ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ഇതേപോലെ സിമിലർ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഘടകം എന്താന്ന് വെച്ചാൽ, തിരിച്ചു പോകാൻ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരൊക്കെ പറയില്ലേ, ജീവിതത്തിൽ ഇനി എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, എനിക്കിനി ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഇത് ജയിച്ചില്ലെങ്കിൽ ഞാൻ തീർന്നു, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും എന്നുള്ള സാഹചര്യത്തിലാണ് മനുഷ്യന് അമാനുഷികമായിട്ടുള്ള കഴിവ് കിട്ടുന്നത്. നമ്മളും ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് ചില അമാനുഷിക കഴിവുകൾ ആവശ്യമാണ്. നമ്മളും നമ്മളോട് തന്നെ പറയണം, ആ കയറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ച് അതുവഴി ഒരു രക്ഷപ്പെടൽ പോസിബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ വേക്കൻസി കുറവാന്നോ, അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് പഠിക്കാൻ പറ്റൂലെന്നോ, മാത്സ് പ്രശ്നമാണോ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ, നമുക്കിനി തിരിച്ചു പോകാൻ ഒരു കയറില്ല, അതുകൊണ്ട് ഇവിടെ പട വെട്ടിയാലേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പൊ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ജീവൻ കളഞ്ഞ് ജീവന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത ആൾക്കാരാ. നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്ത ആൾക്കാരും മടിയന്മാരും മടി പിടിച്ചിരുന്ന ആൾക്കാരൊക്കെ ആ ഉള്ളിലുള്ള ആഗ്രഹമൊക്കെ ഒന്നുകൂടെ പൊടി തട്ടിയെടുത്ത്, നമ്മൾ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും കാലം പണിയെടുത്തത്, അതേ ആഗ്രഹത്തിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളെല്ലാവരെയും എനർജി വളരെ കുറവാണ്, ഭയങ്കര താഴെയുള്ളത്, ഏറ്റവും അടിയിലാണ്, ഭൂമിയിനേക്കാൾ താഴെയാണ് നിങ്ങളെ എനർജി ഇപ്പോൾ ഉള്ളത്. അത് മുകളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാവശ്യം ഈ പറയുന്ന പോലെ യുദ്ധം ജയിച്ച് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള കുറെ ആൾക്കാരെ നഷ്ടപ്പെടും. നമുക്ക് കുറെ സുഹൃത്തുക്കളെയൊക്കെ നഷ്ടപ്പെട്ടേക്കാം, കുഴപ്പമില്ല. അവസാനത്തെ വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോളാം. ഓക്കെ, നമുക്ക് നമ്മളെ കണ്ടന്റിലേക്ക് പോവാം. നിങ്ങളിന്ന് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ LCMുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കാര്യമായി പണിയൊന്നും എടുക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഒരു എക്സാമ്പിൾ കാണിച്ചു തരും, അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ. ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരും ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അത് ചെയ്യുക. എന്നിട്ട് കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ ഇന്നതാണ് എന്ന് പറയുക.
അത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും മെത്തേഡുകളിലല്ല, ഞാൻ പറയുന്ന നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡുകൾ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോ. LCM ആണ് കേട്ടോ. LCMനെ പറ്റി പറയുമ്പോൾ കുറച്ച് പേർക്ക് അറിയാം എന്താ LCM എന്ന്. അവർ ഈ ഒരു മിനിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്ക്. അല്ലാത്ത ആളുകൾക്ക് വേണ്ടി LCM എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. എടാ, നിങ്ങൾ 2 നമ്പർ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച നമ്പർ എനിക്കറിയാം 7 പോട്ടെ, 7 പറഞ്ഞ സമയമെടുക്കും, ചെറുതാക്കാം. 2ഉം 3ഉം ആണെന്ന് എനിക്കറിയാം. അതെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച 2ഉം 3ഉം തന്നെയാണ്. ഇപ്പൊ ഞാൻ 2ന്റെ ഗുണനപ്പട്ടിക എഴുതി കഴിഞ്ഞാൽ 2, 4, 6, 8 എന്ന് പറഞ്ഞു പോകും അല്ലെ. 3ന്റെ ഗുണനപ്പട്ടിക എഴുതി കഴിഞ്ഞാലോ 3, 6, 9, 12 എന്ന് പറഞ്ഞു പോകും. ഇതില് ഈ പട്ടികയിൽ കോമൺ ആയിട്ട് ആരെയാ കാണുന്നത്? നിങ്ങൾക്ക് 6നെ കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. 6 കഴിഞ്ഞാൽ അടുത്തതായിട്ട് കാണാൻ പറ്റുക 12, അടുത്തത് കാണാൻ പറ്റുക 18, അടുത്തത് കാണാൻ പറ്റുക 24. ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ 2നും 3നും കോമൺ ആയിട്ടുള്ളതാരാ? അവരുടെ പട്ടികയിൽ കോമൺ ആയിട്ട് 6, 12, 18, 24, 30 എന്ന് പറഞ്ഞു പോകുന്ന നമ്പറുകളാണ്. അതിൽ ഏറ്റവും ചെറുതിനെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ LCM. ഓക്കെ, LCM എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ മാത്രമല്ല, നമ്മൾ പല വീഡിയോസിലായിട്ടായിരിക്കും പറയുക. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ LCM എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് 3ന്റെയും 4ന്റെയും LCM ഒന്ന് പറഞ്ഞു നോക്കിയേ. 3, 6, 9, 12, 15, 4, 8, 12, 16. ഇതേ 12 ഇവിടെ ഉണ്ട്, 12 ഇവിടെ ഉണ്ട്. ആദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ആള്, അതാണ് LCM. ശരി, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 12, 16, 18 ആൻഡ് 24 ലീവ്സ് റിമൈൻഡർ 7 ഇൻ ഈച്ച് കേസ്. എന്താ ചോദ്യം എന്നറിയാമോ? നിങ്ങളെ മുന്നിലേക്ക് ഞാൻ 4 നമ്പറുകൾ തന്നിരിക്കുകയാണ്. 1, 2, 3, 4 നമ്പർ തന്നിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറയുന്നത്? ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറുത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറുതാരാ? 143. അയ്യടാ, ആ ചെറുതല്ല. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 12, 16, 18, 24. ഇത്രയും ആളുകളെ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം എത്ര വരണം? 7 വരണം. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിൽ ഏതാന്നാ ചോദ്യം. റെഡി അല്ലേ? അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ നോക്കിയോ, 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കുമ്പോ ശിഷ്ടം 2 വരുന്ന ഒരു ഉത്തരം പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ അറിയാമോ? 3ന്റെ LCM എത്രയാ? 3ന്റെയും 4ന്റെയും LCM എത്രയാ? 12 ആണ് അല്ലെ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, 12നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമുണ്ടോ? ഇല്ല. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമുണ്ടോ? ഇല്ല. അപ്പോ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടമില്ലാത്ത നമ്പറിനെയാണ് 12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നമ്പർ കൊണ്ടും വേറൊരു നമ്പർ കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടമില്ലെങ്കിൽ ആ നമ്പറിനെ നമുക്ക് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയാം. ശരി, പക്ഷേ ഇവിടെ ശിഷ്ടം വേണമെന്നാ പറയുന്നത്. ഇവിടെ നമ്മളോട് പറയുന്ന ശിഷ്ടം 2 അല്ലേ. അപ്പൊ നിങ്ങൾ 0ന് പകരം 2 ശിഷ്ടം വെക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ, ഞാൻ എന്നാലും കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 14. 14നെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആണ്. പിന്നെ ആരാളുള്ളത്? 14നെ 4 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 2 ആണ്. വേറെ ഒരു നമ്പറും ഇല്ല ഇതിനേക്കാൾ ചെറുത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു നമ്പറും ഇല്ല. ഓക്കെ, പോട്ടെ, എല്ലാം പോട്ടെ. അപ്പൊ എന്താ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ചെയ്യേണ്ടത്? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ നിങ്ങൾ 12 കൊണ്ട് ഹരിക്കണം, അതുപോലെ ആ നമ്പറിനെ 16 കൊണ്ട് ഹരിക്കണം, ആ നമ്പറിനെ 18 കൊണ്ട് ഹരിക്കണം, ആ നമ്പറിനെ 24 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിക്കുമ്പോൾ ശിഷ്ടം എല്ലാ കേസിലും 7 വരണം. ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. എടാ, 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 16 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 18 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 24 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഇത് കേട്ടോണേ, ഞാൻ പറയുന്നത് ചെവിയിൽ ഇങ്ങനെ കേട്ടോള. 12 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 16 കൊണ്ട് പറ്റണം, 18 കൊണ്ട് 24 കൊണ്ട് പറ്റണം എന്ന് പറഞ്ഞാൽ 12ന്റെയും 16ന്റെയും 18ന്റെയും 24ന്റെയും LCM ആയിരിക്കണം. ഓക്കെ, എന്ത്? ഹരിക്കാൻ പറ്റുന്നവര്. പക്ഷെ ഇവിടെ ഹരിക്കാൻ പറ്റണ്ട, ഇവിടെ ശിഷ്ടം 7 വരണം. അപ്പൊ ആ ശിഷ്ടം കൂടെ അതിന്റെ കൂടെ കൂട്ടിയാൽ മതി. ഇതായിരിക്കും ഉത്തരം. അപ്പൊ ഓർത്തോളുക, ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം LCM പ്ലസ് റിമൈൻഡർ എന്നെടുത്താൽ മതി. ഇനി ഈ കേസിൽ ഒന്ന് ശ്രദ്ധിച്ചോ. 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7, 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7, 18 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്.
നിങ്ങളെ എക്സാമിന് മിക്കവാറും ഇതിന്റെ അകത്ത് ഒരെണ്ണം 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കിയേ, 12 ഉണ്ട്, 16 ഉണ്ട്, 18 ഉണ്ട്, 24 ഉണ്ട്. ഇതിൽ 18 എന്ന് പറയുന്ന ആരാ? 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ആണല്ലോ. എടാ, 9ന്റെ മൾട്ടിപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 151നെ 18 കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാന്ന് കിട്ടാൻ നിങ്ങൾ ഹരിക്കേണ്ട ആവശ്യമില്ല, കൂട്ടി നോക്കിയാൽ മതി. കൂട്ടിയേ, 5 1 6 1 7. അപ്പോ 18 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള ശിഷ്ടം അറിയാൻ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. ഇനി 149 കൂട്ടി നോക്കിയേ, 4 1 5, 5 9 എത്രയാ? 5 9 14. 14 കിട്ടിയ ഒന്നുകൂടെ കൂട്ടണം, അപ്പൊ നിങ്ങൾക്ക് 5 എന്ന് കിട്ടും. നമ്മളെ ഡിജിറ്റ് സം ഇല്ലേ, ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്ടം. ഓക്കെ, അപ്പോ 18 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള ശിഷ്ടത്തിനെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കൂട്ടിയ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇത് കൂട്ടിയ 11 എന്നാ കിട്ടുക, ഒന്നുകൂടെ കൂട്ടിയ 2 എന്ന് കിട്ടും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹരിച്ചു നോക്കടാ. 155/18 ചെയ്ത് നോക്കുക. 155/18 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 ശിഷ്ടം കിട്ടുക. ഇനി 9 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 ശിഷ്ടം കിട്ടുക. ഓക്കെ, നമുക്കതൊന്നും അല്ലല്ലോ വേണ്ടത്. നമുക്ക് വേണ്ട എത്രയാ? 7 ശിഷ്ടം കിട്ടണം. അങ്ങനെയുള്ള ഒറ്റ ഉത്തരേ ഉള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒരു തേങ്ങയും ചെയ്യണ്ട. നിങ്ങൾ LCM എടുക്കണ്ട, റിമൈൻഡർ എടുക്കണ്ട. നിങ്ങൾ ആകെ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏത് ഓപ്ഷനെയാണ് 18 കൊണ്ട് ഹരിക്കുമ്പോൾ? ഇവരെ കൊണ്ടൊക്കെ ഹരിക്കാം. നമുക്ക് 151നെ 12 കൊണ്ട് ഹരിച്ചു നോക്കാം, ശിഷ്ട 7 വരുന്നുണ്ടോ നോക്കാം. അതുപോലെ 149നെ 12 കൊണ്ട് ഹരിച്ചു നോക്കാം, ശിഷ്ട 7 വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ ശിഷ്ട 7 വരുന്ന എല്ലാത്തിലും ശിഷ്ട 7 വരുന്ന ആരാണോ അതാണ് ഉത്തരം. പക്ഷേ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു 9ന്റെ ഗുണിതം ഉണ്ടെങ്കിൽ അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. 9ന്റെ ഗുണിതം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി വെക്കുക, 7 ഉത്തരം കിട്ടുന്ന ആരാ? ഓപ്ഷനിൽ 7 ഉത്തരം കിട്ടുന്ന ആരാ ഉള്ളത്? 7 വരുന്നുണ്ട്, 7 വരുന്നില്ല, 7 വരുന്നില്ല, 7 വരുന്നില്ല. അപ്പൊ ഓപ്ഷനെ അത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളാ കാര്യങ്ങൾ. റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 15 20 36 ആൻഡ് 48 ലീവ്സ് റിമൈൻഡർ ഓഫ് 9 ഇൻ ഈച്ച് കേസ്. ഹരിക്കുമ്പോൾ ശിഷ്ടം 9 വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും പറ്റുമോ എന്നുള്ളത്. അവിടെ ഓർത്തോണം, 36 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഹരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഹരിച്ച് തന്നെ നോക്കുക. റെഡി? ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 36നെ എടുക്കണമെന്നില്ല. 20 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 11 വരുന്ന 9 വരുന്ന എവിടെയാന്ന് നോക്കിയാൽ മതി. ഇവിടെ 20 കൊണ്ട് ഹരിച്ച ശിഷ്ടം 11 അല്ല വരിക, അല്ല ശിഷ്ടം 9 അല്ല വരിക, 11 വരിക. അപ്പൊ ഇത് ഉത്തരാവില്ല. ഇവിടെ 20 കൊണ്ട് ഹരിച്ച ശിഷ്ടം വരാൻ പോകുന്നത് 19. ഇവിടെ 20 കൊണ്ട് ഹരിച്ച ശിഷ്ടം ഒന്നും ഇല്ല. അപ്പൊ ഒറ്റ ഉത്തരേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ ഹരിച്ചു നോക്കിയാലും മതി നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. എന്നാലും നിങ്ങളൊന്ന് സ്വന്തമായി ചെയ്ത് നോക്കും. മായച്ചു കളഞ്ഞേക്ക് കേട്ടോ. ഞാൻ കാണിച്ചു തന്ന ഉത്തരം മായച്ചു കളഞ്ഞേക്ക്. നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുമോ നോക്കുക. ശരി, വേറൊരു ടൈപ്പ് ചോദ്യമുണ്ട്. ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ടൈപ്പ് എന്താ? ആ ടൈപ്പ് ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ ടൈപ്പ് എന്ന് പറയുന്നത് എക്സ് കൊണ്ടും വൈ കൊണ്ടും സെഡ് കൊണ്ടും ഹരിക്കുമ്പോൾ 6 റിമൈൻഡർ വരണം. ഇതാണ് ആ നമ്പർ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ് എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, വൈ എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, സെഡ് എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. 6 ആണ് അവിടെ ശിഷ്ടം വരേണ്ടത്. എന്നാ അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 20 25 35 ആൻഡ് 40 ലീവ്സ് റിമൈൻഡേഴ്സ് 14 19 29 34 റെസ്പെക്റ്റീവ്ലി. മനസ്സിലായില്ലല്ലോ? പറഞ്ഞുതരാം. നോക്കിയോ, എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ എ റിമൈൻഡർ വരണം, വൈ കൊണ്ട് ഹരിക്കുമ്പോൾ ബി റിമൈൻഡർ വരണം, സെഡ് കൊണ്ട് ഹരിക്കുമ്പോൾ സി റിമൈൻഡർ വരണം. ഇങ്ങനെ ഒരു സാധനം തരികയാണെങ്കിലാണ് ഈ ഒരു ഐഡിയ ആലോചിച്ച് നോക്കേണ്ടത്. നോക്കണേ, 20 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യത്തെ ആള് നോക്കിയേ, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 20 25 35 ആൻഡ് 40 ലീവ്സ് റിമൈൻഡേഴ്സ് 14 19 29 34 റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാല് ആദ്യത്തെ ആളെ കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യത്തെ റിമൈൻഡർ കിട്ടണം. അപ്പൊ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 14 ശിഷ്ടം കിട്ടണം. അടാ, ഇതിൽ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 14 ശിഷ്ടം കിട്ടുന്ന ആരാ ഉള്ളത്? ഇതിന് 20 കൊണ്ട് ഹരിച്ചാൽ 14 ശിഷ്ടം കിട്ടുമോ? ഇല്ല. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അടാ, ഇപ്പൊ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 14 ശിഷ്ടം കിട്ടണമെങ്കിൽ ഏതാ പറ്റുക? 34 പറ്റും അല്ലെ? 20നെ ബാക്കി 14 അല്ലേ ഉള്ളു. അപ്പൊ 20 + 14 ചെയ്ത് നോക്കിയാൽ മതി, 34 പറ്റും. അതായത് പിന്നെ ആരാ പറ്റുക? 54 പറ്റും അല്ലെ? പിന്നെ ആരാ പറ്റുക? 74 പറ്റും.
കാരണം ഇതൊക്കെ 4 അവസാനിക്കണം, എന്നാലേ 14 ബാക്കി വരുള്ളൂ. ഇപ്പൊ ഇത് 4 അവസാനിക്കുന്നില്ല, ഇത് പറ്റൂല. പിന്നെ വേറെ ആരെങ്കിലും അതുപോലെ ഒഴിവാക്കാൻ പറ്റിയവരുണ്ടോ നോക്കുക. നിങ്ങൾ നോക്കിയാൽ മതി. 1384നെയും പറ്റൂല. 1384 1380 വരെ ആര് പോവും? 20 പോവും. 4 അവിടെ ബാക്കി ഉണ്ടാവും. 4 അല്ല ബാക്കി വേണ്ടത്. ഇപ്പൊ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്. ഓക്കെ, ഇനി ബാക്കി അടുത്തത് നോക്കിയാൽ മതി. അപ്പൊ 20 കൊണ്ട് ഹരിക്കുമ്പം 14 ശിഷ്ടം വരണം. പിന്നെയോ 25 കൊണ്ട് ഹരിക്കുമ്പോ എത്ര ശിഷ്ടം വരണം? 19 ശിഷ്ടം വരണം. ഓക്കെ, ക്ലിയർ ചെയ്തോട്ടെ. പിന്നെ ആരാ? 35 കൊണ്ട് ഹരിക്കുമ്പോ എത്ര ശിഷ്ടം വരണം? 29 ശിഷ്ടം വരണം. പിന്നെയോ 40 കൊണ്ട് ഹരിക്കുമ്പോൾ 34 ശിഷ്ടം വരണം. 40 കൊണ്ട് ഹരിക്കുമ്പോൾ 34 ശിഷ്ടം വരണം. ഇങ്ങനെയാ ക്വസ്റ്റ്യൻ. കണ്ടോ? എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ എ ശിഷ്ടം, വൈ കൊണ്ട് ഹരിക്കുമ്പോൾ ബി ശിഷ്ടം, സെഡ് കൊണ്ട് ഹരിക്കുമ്പോൾ സി ശിഷ്ടം. ഈ രീതിയിലാണ് ചോദ്യത്തിന്റെ സ്ട്രക്ചർ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഹരിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിലൊന്നും വേറെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇതൊക്കെ ഹരിച്ചു നോക്കുക എന്നുള്ള പണി മാത്രം ചെയ്താൽ മതി. ഹരിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന ഏതാണോ അത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ ഇവിടെ ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 14 അല്ലേ ശിഷ്ടം? അവരെ ഡിഫറൻസ് ഒന്ന് എടുത്തേടാ. എത്രയാ? 20 14 പോയാൽ നിങ്ങൾക്ക് 6 എന്നാ കിട്ടുക അല്ലേ? 25 19 പോയാലും 6 എന്നാ കിട്ടുക. 35 29 പോയാലും 6 എന്നാ കിട്ടുക. 40 36 പോയാലും 6 എന്നാ കിട്ടുക. അതായത് ഇതാണ് നമ്മൾ ഹരിക്കാൻ ഉപയോഗിക്കുന്ന നമ്പർ, ഇതാണ് നമ്മളെ ശിഷ്ടം. അവര് തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും. വ്യത്യാസം സെയിം ആയിരിക്കും. അപ്പോ ഡിഫറൻസ് ആണ് മൈനസ്. അങ്ങനെ വ്യത്യാസം സെയിം ആയ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, LCM മൈനസ് ഡിഫറൻസ്. ഇതായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം. 20 ഉണ്ട്, 25 ഉണ്ട്, 35 ഉണ്ട്, 40 ഉണ്ട്. ഇവരുടെ LCM കണ്ടുപിടിക്കണം. 20ന്റെയും 25ന്റെയും 35ന്റെയും 40ന്റെയും LCM കണ്ടുപിടിക്കണം. ആ LCM കണ്ടുപിടിക്കാൻ ഒരു പണിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഹരിച്ചൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? 6 കുറയ്ക്കണം. ഓക്കെ, ഡിഫറൻസ് 6 അല്ലേ? ആ ഡിഫറൻസ് കുറയ്ക്കുക വേണ്ടത്. ഇതാണ് ഈ ടൈപ്പ് ചോദ്യത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഇത് ബുദ്ധിമുട്ടാ. നമുക്ക് LCM കണ്ടുപിടിക്കൽ നീട്ടി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന്റെ മെത്തേഡ് എന്താ? LCM മൈനസ് 6 ഡിഫറൻസ്. ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങൾ ഒരു നമ്പറിനെ എത്രയാണ് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണം, 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരണം, 6 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. അപ്പൊ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ 4 മൈനസ് 1 3, 5 മൈനസ് 2 3, 6 മൈനസ് 3 3. ഇനി ഇവരെ കൊണ്ടാണല്ലോ ഹരിക്കുന്നത്. അപ്പൊ ഇവരെ LCM എടുക്കുക. 4ന്റെയും 5ന്റെയും 6ന്റെയും LCM നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് 60 എന്നാ കിട്ടുക കേട്ടോ. അപ്പോൾ 60ൽ നിന്നും 3 കുറച്ചാൽ മതി, നിങ്ങൾക്ക് 57 കിട്ടും. ഇതായിരിക്കും ആൻസർ. ചെറിയ നമ്പേഴ്സിനൊക്കെ LCM എടുത്ത് ചെയ്യാനാണ് നല്ലത്. എന്നാൽ വലിയ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ 20 25 35 40 ഒക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അവിടെ ഞാൻ ഇതിന്റെ റിവേഴ്സ് പണി പറഞ്ഞുതരാം. നമ്മളെ നമ്പർ ഏതൊക്കെയാ? 20 കൊണ്ട് ഹരിക്കും, 25 കൊണ്ട് ഹരിക്കും, 35 കൊണ്ട് ഹരിക്കും, 40 കൊണ്ട് ഹരിക്കും. നമ്മളെ ഉത്തരങ്ങൾ ഏതൊക്കെയാ? ശിഷ്ടങ്ങൾ ഏതൊക്കെയാ? 14 19 29 34. ഡിഫറൻസ് എത്രയാടാ? 6. ഓക്കെ, ഇത്രയുമാണ് സാധനം കിടക്കുന്നത്. എടാ, അതായത് ഇതിന്റെ ഉത്തരം ഇവരുടെ LCMൽ നിന്നും 6 കുറച്ചതല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ ഈ ഉത്തരങ്ങളോടൊക്കെ 6 ആഡ് ചെയ്ത് നോക്കുക. എല്ലാത്തിനോട് 6 ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഈ 4 ആൾക്കാരുടെ LCM കിട്ടണം. ഇതെത്ര കിട്ടും? 1400 എന്ന് വരും. ഇതെത്ര കിട്ടും? 1412. ഇതെത്ര കിട്ടും? 1390. ഇതെത്ര കിട്ടും? 1420. ഇതില് ഏതിലാണ് ഇവരെല്ലാരും ഉള്ളത് നോക്കിയാൽ മതി. 25 ഉണ്ടാവണം. 25 എപ്പോഴാണ് ഉണ്ടാവുക? 25 50 75 100. നോക്കിയേ, ലാസ്റ്റ് അക്കം 25 ആയിരിക്കണം, 50 ആയിരിക്കണം, 75 ആയിരിക്കണം, 100 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പറുകളിൽ മാത്രമേ 25 ഉള്ളൂ. ഇതിൽ 25 ഉണ്ട്, ഇതിൽ 25 ഇല്ല, ഇതിൽ 25 ഇല്ല, ഇതിൽ 25 ഇല്ല. കഴിഞ്ഞു. അപ്പൊ 25 ഉള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. അത് ഇതാണ്. അത് നമ്മളെ ഉത്തരമായിരിക്കും. ഓക്കെ, ഇതൊന്നും പറ്റൂലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യടാ? എടുക്കുക 1394. അതിനെ 20 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 14 കിട്ടുന്നുണ്ടോ?
കിട്ടുന്നുണ്ട്. ഇനി 1394 25 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 19 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇനി 1394 35 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 29 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഇനി 1394 40 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം 34 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ചെറുതുവനാണെങ്കിൽ അതാണ് നിങ്ങളുടെ ആൻസർ. ഹരിക്കണം, സമയമെടുക്കും. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ ഹരിക്കുന്ന സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെത്തേഡുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതേപോലെ എന്തെങ്കിലും ഉഡായിപ്പുകളൊക്കെ ആലോചിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 24, 32 ആൻഡ് 36, അല്ലെങ്കിൽ 24, 32, 36. ലീവ്സ് റിമൈൻഡർ 19, 27, 31. ഡിഫറൻസ് എത്രയാണ് വരുന്നേടാ? 5 അല്ലെ? ഡിഫറൻസ് 5. അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ LCM-നോട് 5 കുറച്ചതാണ് ഉത്തരം ആണല്ലോ. അപ്പോ ഇവരുടെ LCM കിട്ടണമെങ്കിൽ ഇതിനോട് 5 കൂട്ടി നോക്കുക, 288. ഇവിടെ LCM കിട്ടണമെങ്കിൽ 298. ഇവിടെ 5 കൂട്ടി കഴിഞ്ഞാൽ LCM കിട്ടുക 283. ഇവിടെ 5 കൂട്ടി കഴിഞ്ഞാൽ LCM കിട്ടുക 293. ഓക്കെ, അപ്പൊ ഇതിൽ ഏതിലാണ് 24 ഉള്ളത്, 32 ഉള്ളത്, 36 ഉള്ളത് നോക്കിയാൽ മതി. 36 ഉണ്ടല്ലോ. 36 ഉണ്ടെങ്കിൽ 9 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അങ്ങനെ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആരാ അതിൻ്റെ അകത്തുള്ളത് നോക്കിയാൽ ഉത്തരായി. ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് എടുത്തിട്ട് ഇവരെ കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് ഉത്തരം കിട്ടുന്നുണ്ടോ, ശിഷ്ടം കിട്ടുന്നുണ്ടോ നോക്കിയാൽ. അപ്പൊ ഇത് ആൻസർ ആയിട്ട് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ 4 ആണ് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിൾ ചോദ്യം കേട്ടോ, ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എടാ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു അമ്പലത്തിൽ ചെന്നു. ഇതാണ് നമ്മൾ അമ്പലം. അമ്പലത്തിൽ ചെന്നപ്പോൾ നിങ്ങൾ ചെല്ലുന്നത് 8 മണിക്കാണ്. ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഓരോ ബെല്ലടിക്കും. നിങ്ങൾ 8 മണിക്ക് ചെന്നപ്പോൾ ഒരു ബെല്ലടിച്ചു. ഓരോ മിനിറ്റിലും ഓരോ ബെല്ലടിക്കും. അപ്പൊ 8:01 ആയപ്പോൾ നിങ്ങൾ എത്ര തവണ ബെല്ലടി കേട്ടിട്ടുണ്ടാവും? നിങ്ങൾ അവിടെ 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? പക്ഷേ ചെല്ലുമ്പം കേട്ട ഒരു ബെല്ലടിയും ഉണ്ട്, ഇപ്പോൾ ഉള്ളൊരു ബെല്ലടിയും ഉണ്ട്. സ്റ്റാർട്ടിങ് ബെല്ലും ഉണ്ട്, 8:01 ഒരു ബെല്ലും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ബെല്ലടി നിങ്ങൾ കിട്ടും? 2 ബെല്ലടി കേട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് ബെൽ എന്താന്ന് മനസ്സിലാക്കണം. സ്റ്റാർട്ടിങ് ബെൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ബെല്ല്, 0 സെക്കൻഡിലെ ബെല്ല് കേട്ടോ, ചെല്ലുന്ന സമയത്തുള്ള ബെല്ല്. ശരി, ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചോ. 6 bells commence tolling together and toll at intervals of 2, 4, 6, 8, 10, 12 seconds respectively. എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തില് കുറേ വലിയ 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 ബെല്ലുകളുണ്ട്. ഓക്കെ, ഈ ബെല്ലിന്റെ പ്രത്യേകത നമ്മളിങ്ങനെ ആട്ടി വിടുകയല്ലേ ചെയ്യുക. അതിന്റെ അകത്തുള്ള ആ മണി അത് ആട്ടി വിട്ടിട്ട് അതിങ്ങനെ അവിടെ ഒരു സൈഡിൽ അടിച്ച് ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ വന്നിട്ട് ഇപ്പുറത്ത് അടിച്ചിട്ട് പിന്നെയും ഒച്ച ഉണ്ടാവും. ഇപ്പോൾ ഒരു ബെല്ല് അവിടെ ഉണ്ട്, ചെറിയ ബെല്ലാണ്. അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത് അടിച്ചു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കഴിയും അതിങ്ങനെ ആടി വന്നിട്ട് വീണ്ടും സൗണ്ട് ഉണ്ടാക്കാൻ. അതിനേക്കാൾ വലിയൊരു ബെല്ലുണ്ട്, അത് 4 സെക്കൻഡ് കൊണ്ടേ സൗണ്ട് ഉണ്ടാക്കുള്ളൂ. അതിനേക്കാൾ വലിയൊരു ബെല്ലുണ്ട്, അത് 6 സെക്കൻഡ് കൊണ്ടേ സൗണ്ട് ഉണ്ടാക്കുള്ളൂ. അതിനേക്കാൾ വലുതുണ്ട്, നമ്മളെ പള്ളിയിലൊക്കെ ഉള്ള പോലത്തെ ഇങ്ങനെ ആടി വരണം, ഒരുപാട് സമയം എടുക്കും. 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് പിന്നെ അടിക്കുള്ളൂ. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്തത്. അങ്ങനെ 12 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്തത്. ഇങ്ങനെയാണ് അടിക്കുക. അപ്പൊ ഞാൻ ഇച്ചിരി അലമ്പ, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എല്ലാ ബെല്ലിന്റെയും വള്ളി ഞാൻ ഒരുമിച്ച് കൈപ്പിടിച്ചു, എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് കൈപ്പിടിച്ചു. എന്നിട്ട് ഒറ്റ വലി വലിച്ചു. ഒറ്റ വലി വലിക്കുമ്പോൾ എന്താ ചെയ്യാ? എല്ലാത്തിൻ്റെയും സൗണ്ട് ഒരുമിച്ച് എനിക്ക് കേൾക്കാൻ പറ്റും അല്ലെ? ഒരുമിച്ച് കേൾക്കാം. എന്നിട്ട് ഞാനങ്ങ് വിട്ടു. അപ്പോൾ 2 സെക്കൻഡിൽ അത് പോയി വന്നടിച്ചു. 4 സെക്കൻഡ് ആയപ്പോൾ ഇതിന്റെ അടി, അടുത്ത സെക്കൻഡിൽ ഇത്, അങ്ങനെ കലബില 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 എന്ന് പറഞ്ഞിട്ട് എല്ലാ ബെല്ലുകളും ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഒരു പോയിന്റ് ആയപ്പോ അവർ വീണ്ടും ബെല്ലടിച്ചു. ഒരു പോയിന്റ് ആയപ്പോൾ അവർ വീണ്ടും ബെല്ലടിച്ചു. ഓക്കെ, ഒരുമിച്ച്. ഞാൻ ഫസ്റ്റ് അടിച്ച പോലെ തന്നെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ബെല്ലടിച്ചു. അങ്ങനെ ഒരുമിച്ച് ബെല്ലടിച്ച ആ സമയത്തിനെയാണ് നമ്മൾ LCM എന്ന് പറയാ. ഇപ്പൊ നമുക്ക് നോക്കാം. 2, 4, 6, 8, 10, 12. ഈ 2 എന്ന് പറയുന്നത് എപ്പോഴാ ബെല്ലടിക്കുക? 2 കഴിഞ്ഞാൽ പിന്നെ 4 അടിക്കുക അല്ലെ? 4 കഴിഞ്ഞാൽ പിന്നെ 6 അടിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ 8, അത് കഴിഞ്ഞാൽ 10, അത് കഴിഞ്ഞാൽ 12. 4 എപ്പോഴാ അടിക്കുക? 4 കഴിഞ്ഞാൽ 8, അത് കഴിഞ്ഞാൽ 12, അത് കഴിഞ്ഞാൽ 16.
6 എപ്പോഴാണ് അടിക്കുക? 6 കഴിഞ്ഞാൽ പിന്നെ 12, അത് കഴിഞ്ഞാൽ പിന്നെ 18, അത് കഴിഞ്ഞാൽ പിന്നെ 24. 8 എപ്പോഴാണ് അടിക്കുക? 8, 16, 24, 32. 10 കഴിഞ്ഞാൽ 20, പിന്നെ 30, പിന്നെ 40. 12 കഴിഞ്ഞാൽ 24ാമത്തെ സെക്കൻഡിൽ, പിന്നെ 36ാമത്തെ സെക്കൻഡിൽ, പിന്നെ 48ാമത്തെ സെക്കൻഡിൽ. ഇങ്ങനെ അടിക്കുക. എപ്പോഴെങ്കിലും അവർ കൂടിച്ചേരുന്നുണ്ടോ? അവരെല്ലാവരും ഒരേ സമയത്ത് അടിക്കും. ആ സമയം എപ്പോഴാന്ന് കണ്ടുപിടിക്കണം. അത് LCM ആണ്. അപ്പൊ എങ്ങനെയാ LCM കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇതാ നമ്മളെ നമ്പേഴ്സ് 2, 4, 6, 8, 10, 12 ആണല്ലോ. ഞാൻ ഇതിനെ എല്ലാവരെയും ഹരിക്കാൻ പോവാ. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള പ്രൈം നമ്പർ ആരാ? 2 ആണ് അല്ലേ? എല്ലാത്തിലും 2 ഉണ്ടല്ലോ. അപ്പൊ ഞാൻ 2 കൊണ്ട് ഹരിച്ചു. 2ൽ എത്ര 2 ഉണ്ട്? 1 2. 4ൽ എത്ര 2 ഉണ്ട്? 2 2. 6ൽ എത്ര 2 ഉണ്ട്? 6ൽ നമുക്ക് 3 2. 8ൽ എത്ര 2 ഉണ്ട്? 4 2. 10ൽ എത്ര 2 ഉണ്ട്? 5 2. 12ൽ എത്ര 2 ഉണ്ട്? 6 2. ഇനി ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇനി നിങ്ങൾ കുറെ ആൾക്കാർ കാണുന്നുണ്ടാവും. ഞാൻ വീണ്ടും 2 കണ്ടു, പക്ഷെ ഇതിൻ്റെ അകത്തില്ല അല്ലേ? ഈ 1ൽ 2 ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അതിനെ താഴേക്കങ്ങ് എഴുതിയാൽ മതി. ഹരിക്കാൻ പറ്റൂല. 2ൽ എത്ര 2 ഉണ്ട്? 1 2. 3ൽ 2 ഉണ്ടോ? ഹരിക്കാൻ പറ്റൂല. 4ൽ എത്ര 2 ഉണ്ട്? 2 2. 5ൽ എത്ര 2 ഉണ്ട്? ഹരിക്കാൻ പറ്റൂല. 6ൽ എത്ര 2 ഉണ്ട്? 3 2. ഇനി ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? കോമൺ ആയിട്ടുള്ളത് തീർന്നാലേ ബാക്കി ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇപ്പം 3 കൊണ്ട് ഹരിച്ചു. അപ്പം 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. 1 അങ്ങനെ തന്നെ എഴുതി. ഈ 1 അങ്ങനെ തന്നെ എഴുതി. 3ൽ എത്ര 3 ഉണ്ട്? ഒരു 3. 2ൽ എത്ര 3 ഉണ്ട്? 2ൽ 3 ഇല്ല. 5ൽ 3 ഉണ്ടോ? 5നെ ഹരിക്കാൻ പറ്റൂല. 3ൽ 3 ഉണ്ടോ? 3നെ ഒരു 3. ഇനി ആരും കോമൺ ആയിട്ടില്ല. തീർന്നല്ലോ. ഇനി കോമൺ ആയിട്ട് ആരുമില്ല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇങ്ങനെ ഗുണിക്കുക. ഗുണിച്ചേ 2 ആണ് ഏറ്റവും മുകളിലുള്ളത്. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു പിന്നെ കുറെ 1നെ മൈൻഡ് ചെയ്യണ്ട. 2 ഇൻറ്റു 5. ഇത് ഗുണിച്ചു നോക്കിയേ. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 5 60 ഇൻറ്റു 2 120. അതായത് 120ാമത്തെ സെക്കൻഡ്. 120 LCM. ഇവരുടെ LCM എത്രയാ? 120. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാൻ ആദ്യം ഒന്ന് ബെല്ലടിച്ചു, പിന്നെ 120 സെക്കൻഡുകൾ കഴിയുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഒന്നുകൂടെ ബെല്ലടിക്കും. 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 2 മിനിറ്റ്. അതായത് ഞാൻ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കണ്ണടച്ച് 2 മിനിറ്റ് നിൽക്കണം ഈ സൗണ്ട് വീണ്ടും ഒരുമിച്ച് കേൾക്കാൻ. അടുത്ത 2 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും കേൾക്കും. അടുത്ത 2 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും കേൾക്കും. ഇതാണ് കൺസെപ്റ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 30 മിനിറ്റിൽ എത്ര തവണ കേൾക്കുന്ന. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത് ഇത്രയും ബെല്ലുകളാണുള്ളത്. ഈ ബെല്ലുകൾ ഒരുമിച്ച് വീണ്ടും അടിക്കണമെങ്കിൽ നമ്മൾ 2 മിനിറ്റ് കാത്തിരിക്കണം. 120 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് കാത്തിരിക്കണം. അപ്പൊ 30 മിനിറ്റിന്റെ അകത്ത് എത്ര 2 മിനിറ്റ് ഉണ്ട്? 15 തവണയുണ്ട്. അപ്പൊ നമുക്ക് 15 തവണ ഈ ബെല്ലടി ഇങ്ങനെ കേൾക്കാൻ പറ്റും അല്ലെ? 2ാമത്തെ മിനിറ്റിൽ കേൾക്കാം, 4ാമത്തെ മിനിറ്റിൽ കേൾക്കാം, 6ൽ കേൾക്കാം. അങ്ങനെ 30 മിനിറ്റ് ആവുന്നവരെ 15 തവണ നമുക്ക് ബെല്ലടി കേൾക്കാം. അപ്പോൾ 15 എന്നൊരു ആൻസർ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇൻക്ലൂഡിങ് ദ സ്റ്റാർട്ടിങ് ടോൾ. നമ്മൾ 0 സെക്കൻഡിൽ ഒന്ന് അടിച്ചിട്ടില്ലേ? നമ്മൾ സ്വന്തമായി അടിച്ചിട്ടുണ്ടല്ലോ. അതും കൂടെ കൂട്ടുമ്പോൾ എത്രയാ ഉത്തരം? 16 ആയിരിക്കും ഉത്തരം. അപ്പോൾ LCM കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് ഈ ഒരു ഐഡിയയിൽ നിന്നും മനസ്സിലാക്കുക. ശരി, നിങ്ങൾ ഇത്രയും ഓർത്താൽ മതിയടാ. ടൈം റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എത്ര തവണ അടിച്ചു അല്ലെ എത്ര സമയത്തിന് ശേഷമാണ് വീണ്ടും കൂട്ടിമുട്ടുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ LCM ആണ് നിങ്ങൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. ശരി, ഈ ചോദ്യവും സിമിലർ ചോദ്യമാണ്. നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ ഇതിൽ പറയുന്നത്? ഞാൻ LCM കാണാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. LCM കാണുന്ന കേസ് ഞാൻ പറഞ്ഞുതരാം, അത് പഠിക്കണം. ഓക്കെ, 3 റണ്ണേഴ്സ് ഉണ്ട്. റൺ അലോങ് എ സർക്കുലർ ട്രാക്ക് ഓഫ് 12 കിലോമീറ്റർ ലെങ്ത്. ഒരാളെ സ്പീഡ് 3 ആണ്, അടുത്ത ആളെ സ്പീഡ് 4 ആണ്, അടുത്ത ആളെ സ്പീഡ് 6 ആണ്. ഇഫ് ദ സ്റ്റാർട്ട് ടുഗെദർ ഫ്രം ദ സെയിം പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ആഫ്റ്റർ ഹൗ മെനി ഹവേഴ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഭീകര ചോദ്യമാണ് അല്ലെ? ഈ ചോദ്യം ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പം ചെയ്യില്ല, ഈ ടോപ്പിക് തീരുമ്പോഴാണ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു സിമ്പിൾ വെർഷൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉത്തരം പറയുക, ഇല്ലാത്ത ആൾക്കാർ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യും. നോക്കിക്കോ, ഞാൻ വേറൊരു സിമ്പിൾ ചോദ്യം നിങ്ങൾക്ക് തരാം.
ഒരു സർക്കുലാർ ട്രാക്ക് ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് സർക്കിൾ ആയിട്ട് തോന്നൂല, എന്നാലും ഇതൊരു സർക്കുലാർ ട്രാക്ക് ആണ്. ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാൾക്കാരുണ്ട്. യെസ്, എ എന്ന് പറയുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. രണ്ടാൾക്കാരുണ്ട്. ഈ എക്ക് ഇത് മൊത്തം കവർ ചെയ്യാൻ വേണ്ട സമയം 20 മിനിറ്റ് ആണ്. ബിക്ക് ഇത് മൊത്തം കവർ ചെയ്യാൻ വേണ്ട സമയം 30 മിനിറ്റ് ആണ്. അപ്പൊ ചോദ്യം എത്രയേ ഉള്ളൂ, എയും ബിയും ഒരുമിച്ചാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അവർ വീണ്ടും എപ്പോഴാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക? ഇൻ ഹൗ മെനി ഹവേഴ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇത് നമ്മളെ ബെല്ലടിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പോയിന്റിൽ എ എപ്പോഴാണ് എത്തുക? എ എത്തുന്ന സമയങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതുകയാണ്. ഇവിടെ എ എത്തുന്ന സമയം പറഞ്ഞോ, 20 മിനിറ്റ് ആകുമ്പോൾ എ എത്തും. വീണ്ടും എപ്പോഴാണ് എത്തുക? അടുത്ത 20 മിനിറ്റ് ആകുമ്പോൾ, അതായത് 40 മിനിറ്റ് ആകുമ്പോൾ. വീണ്ടും എപ്പോഴാണ് എത്തുക? അടുത്ത 20 മിനിറ്റ് ആകുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഇത് 20ന്റെ ഗുണന പട്ടികയാണ് അല്ലെ. ബി എപ്പോഴാണ് എത്തുക? ബി ഇങ്ങനെ പോയി 30 മിനിറ്റ് എടുക്കും കറങ്ങി തിരിച്ച് അവിടെ തന്നെ എത്താൻ. 30 മിനിറ്റ്. വീണ്ടും അവർ 30 മിനിറ്റും കൂടെ എടുക്കും. വീണ്ടും ഒരു 30 മിനിറ്റും കൂടെ എടുക്കും. ഇങ്ങനെ കറങ്ങി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിൽ തിരിച്ചെത്താൻ 30 മിനിറ്റ് എടുക്കും. അപ്പോ എന്റെ സമയം 60 ആകുമ്പോൾ ബിന്റെ സമയം 60. അതായത് 60 എന്ന് പറയുന്ന സമയത്ത്, ഇതാ 20 എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എനെ കാണാം. 30 എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയാൽ ബിനെ കാണാം. 40 എന്ന് പറയുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എനെ കാണാം. എന്നാൽ 60 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം 60 മിനിറ്റിൽ അവരെന്ത് ചെയ്യും? കണ്ടുമുട്ടും, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുമിച്ചെത്തും. ഈ 60 മിനിറ്റ് ആരാന്നറിയാമോ? ഇവരുടെ രണ്ടിന്റെയും LCM. ഓക്കെ, അപ്പോ രണ്ടുപേർ ഒരുമിച്ച് വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ കൂട്ടിമുട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ LCM കണ്ടുപിടിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ഈ ഒരു ചോദ്യം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈം തന്നിട്ടില്ല. കുറച്ചു പേർക്കെങ്കിലും ടൈം സ്പീഡ് ഡിസ്റ്റൻസ് അറിയില്ലാത്തതുകൊണ്ടാണ്. എന്നാലും അറിയാവുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സർക്കുലർ ട്രാക്ക് ആണ്. 12 കിലോമീറ്റർ അല്ലേ നീളം? ആണ്. ഇപ്പൊ എ എന്ന് പറയുന്ന ആളുണ്ട്. അയാള് 12 കിലോമീറ്റർ ഓടുന്ന സ്പീഡ് എത്രയാ? 3 കിലോമീറ്റർ സ്പീഡ്. അപ്പൊ ടൈം എത്രയായിരിക്കും? 4 മണിക്കൂർ അല്ലെ. 4 ആദ്യത്തെ ആളെ ടൈം. എന്റെ ടൈം 4. ബിന്റെ ടൈം എത്രയാണ്? നമുക്ക് ടൈം വെച്ച് മാത്രമേ LCM എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ബി 12 കിലോമീറ്റർ ദൂരം ഓടുന്നത് 4 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പൊ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 നീട്ടി. ഇനി സിന്റെ സ്പീഡ് എത്രയാ? 12 കിലോമീറ്റർ ഓടുന്നത് 6 കിലോമീറ്റർ സ്പീഡിലാണ്. 2 ഹവർ ആണ് ഇവരെ ടൈം. അപ്പോ എന്റെ ടൈം 4 മണിക്കൂർ, ബിന്റെ ടൈം 3 മണിക്കൂർ, സിന്റെ ടൈം 2 മണിക്കൂർ. അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എ പോയി. എ ഇനി എത്ര മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി? 4 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി. ബി പോയി. ബിന് ഇനി എത്ര മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി? 3 മണിക്കൂർ കഴിഞ്ഞ്. സി പോയി. സിന് ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി. ചോദ്യം എന്താ? ഇവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എപ്പോഴാണ് എത്തുക എന്നാ? അപ്പൊ 4ന്റെയും 3ന്റെയും 2ന്റെയും LCM എടുത്താൽ മതി. ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടരുത് കേട്ടോ. 2, 3, 4. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതിൽ വലുതിന്റെ മൾട്ടിപ്പിൾ എടുക്കുക. 4ന്റെ ഇരട്ടി എത്രയാ? 8. 8ൽ 3 പോവുമോ? ഇല്ല. അപ്പൊ 8 ഉത്തരാവൂല. ഇനി 4ന്റെ അടുത്ത മൾട്ടിപ്പിൾ ആരാ? 12. 12ൽ 3 പോവുമോ? പോവും. 12ൽ 2 പോവുമോ? പോവും. അപ്പോ ഏറ്റവും വലുത് 4 അതിന്റെ ഏത് മൾട്ടിപ്പിളിലാണ് ഇത് 2 പോവുക നോക്കിയാൽ മതി. 12. അപ്പൊ 12 ഹവേഴ്സ് ആണ് ആൻസർ. LCM 12. അതായത് എയും ബിയും സിയും ഒരുമിച്ച് ഇവിടെ ഉണ്ടാവുന്ന അടുത്ത സമയം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ്. 12 മണിക്കൂർ ഇവർ ഓടിയാലേ ഇവർ ഒരുമിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുള്ളൂ. 12ാമത്തെ മണിക്കൂറിൽ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ അകത്ത് എയിനെയും ബിനെയും സിനെയും എനിക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ചോദ്യം. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ LCM എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് എന്ന് ഓർത്തോണം. അടുത്തൊരു ചോദ്യം. What is the least number that must be added to 1856 so that the sum is completely divisible by 7, 12 and 16? എടാ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ, ഇത് കുറെ നേരമായി കേൾക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ എക്സ്, വൈ ആൻഡ് സെഡ്. എക്സ് കൊണ്ട് ഹരിക്കാൻ പറ്റണം, വൈ കൊണ്ട് ഹരിക്കാൻ പറ്റണം, സെഡ് കൊണ്ട് ഹരിക്കാൻ പറ്റണം. ആരാ അത്? LCM അല്ലേ? അപ്പോ LCM തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കോമൺ മൾട്ടിപ്പിൾ ആയാൽ മതി.
ഇങ്ങനെ ഹരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയ ആള്, ഏറ്റവും ആദ്യത്തെ ആളെ നമ്മൾ LCM എന്ന് വിളിച്ചത്. അല്ലാത്തവരൊക്കെ കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കും. റെഡി അല്ലേ? ഇപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ നമ്പറിനോട് 1856 ഇതിലുള്ള ഏത് ഓപ്ഷൻ കൂട്ടിയാലാണ് നിങ്ങൾക്ക് ഇവരെ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുക എന്ന ചോദ്യം. ഓക്കെ, സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കൂട്ടി നോക്കാം. 1856 160 കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക? 1916 2016 എന്ന് കിട്ടും. റെഡി അല്ലേ? അതെ. ഈ 2016 എന്ന് പറയുന്ന നമ്പറിനെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അറിയില്ല അല്ലെ? ഹരിച്ചു നോക്കണം. 12 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അറിയില്ല, ഹരിച്ചു നോക്കണം. 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അറിയില്ല, ഹരിച്ചു നോക്കണം. എന്നാൽ ഹരിച്ചു നോക്കാതെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇതാണ് കൂട്ടുന്നതുണ്ടെങ്കിലോ നിങ്ങൾക്ക് എത്ര കിട്ടുക? 1856 പ്ലസ് 176 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 2032 എന്നാണ് കിട്ടുക. റൈറ്റ്. പ്ലസ് 1856 എത്ര കിട്ടുക? ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2020 എന്നാണ് കിട്ടുക. പ്ലസ് 1856 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? ഈക്വൽ ടു 2004 എന്നാണ് കിട്ടുക. 2006 എന്നാണ് കിട്ടുക. 2006. ഓക്കെ, ഈ കിട്ടിയതിൽ ആരെയാണ് 7 കൊണ്ട് 12 കൊണ്ട് 16 കൊണ്ട് ഹരിക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. റെഡി അല്ലേ? എടാ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. 12 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ 3 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആരാണ് ഈ കൂട്ടത്തിലുള്ളതെന്നാണ് നോക്കേണ്ടത്. നോക്കാം. 2 1 3 6 9 3 കൊണ്ട് ഹരിക്കാം. 2 3 5 2 7 3 കൊണ്ട് പറ്റൂല. 2 2 4 3 കൊണ്ട് പറ്റൂല. 2 6 8 3 കൊണ്ട് പറ്റൂല. 3 കൊണ്ട് പറ്റുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതാണ് നമ്മൾ ആൻസർ. എന്താ ഞാൻ ചെയ്തതാ? എന്താ ഞാൻ ചെയ്തത്? നമ്മളോട് പറഞ്ഞു 1856 ഈ കൂട്ടത്തിലുള്ള ആരെ കൂട്ടിയാലാണ് 7 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും ഹരിക്കാൻ പറ്റുക. ഇപ്പൊ ഞാൻ കൂട്ടി നോക്കി. 1856 160 കൂട്ടി നോക്കി. 0 5 6 11 1 തെറ്റിയോടാ. സോറി, 6 കറക്റ്റാ. 6 5 6 11 1 8 1 9 1 2 2016. അപ്പൊ ഇത് കൂട്ടിയപ്പോ എനിക്ക് 2016 കിട്ടിയത്. ഇപ്പൊ 2016 എനിക്ക് 7 കൊണ്ട് പറ്റുമോ, 12 കൊണ്ട് പറ്റുമോ, 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അപ്പൊ അതിൽ ഏറ്റവും എളുപ്പം 12 കൊണ്ട് പറ്റുമോ നോക്കാനാ. കാരണം 12ന്റെ അകത്ത് ആരുണ്ട്? 3 ഉണ്ട് 4 ഉണ്ട്. ഇപ്പം 2016 3 ഉണ്ടോന്ന് അറിയാൻ നിങ്ങൾ കൂട്ടി നോക്കണം. 6 1 7 2 9 9ൽ 3 ഉണ്ട്. അതുകൊണ്ട് ഇതിൽ 3 ഉണ്ട്. ഇനി അടുത്തവനെ നോക്കാം. അടുത്തവനെ കൂട്ടുമ്പോൾ ഇവിടെ നിങ്ങൾ 160 കൂട്ടിയില്ലടാ. അപ്പൊ 176 കൂട്ടാന്ന് പറഞ്ഞാൽ ഒരു 16 കൂടെ കൂട്ടിയാൽ മതി. ഇതിനേക്കാൾ ഒരു 16 കൂടുതലല്ലേ ഉള്ളൂ. അപ്പൊ 2032. ഇത് കൂട്ടി നോക്കിയാൽ 2 3 5 2 7 7 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൻ്റെ അകത്ത് 3 ഇല്ല. 3 ഇല്ലെങ്കിൽ 12 ഇല്ല. 12 ഇല്ലെങ്കിൽ അത് ഉത്തരമല്ല. പിന്നെ 164 164 കൂട്ടുക എന്ന് പറഞ്ഞാൽ 160 കൂട്ടിയപ്പോ 2016. ഒരു 4 കൂടെ കൂട്ടിയാൽ മതി. 2020 എന്ന് കിട്ടും. 2020 നിങ്ങൾ കൂട്ടി നോക്ക്. 3 ഉണ്ടോ? 3 ഇല്ല. 3 ഇല്ലെങ്കിൽ 12 ഇല്ല. ഉത്തരമല്ല. ഇനി 150 കൂട്ട് 164 കൂട്ടിയപ്പോ 2020 ആയി. ഇവിടെ ഒരു 14 കുറവല്ലേ? ഇപ്പൊ 14 കുറച്ചാൽ മതി. 2006 2006 6 2 8 3 ഉണ്ടോ? 3 ഇല്ല. അപ്പൊ 12 ഇല്ലാത്ത ഒരെണ്ണം പോലും ഉത്തരമല്ല. അതുകൊണ്ട് നമ്മളെ ഉത്തരം എ മാത്രം. 160 കൂട്ടിയാൽ മാത്രമേ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെ ആൻസർ എ ആണ്. ഇങ്ങനെ നിങ്ങൾ LCM കണ്ടുപിടിച്ചേ പോവുള്ളൂ തീരുമാനിക്കരുത്. അല്ലാതെ ചെയ്യാൻ പറ്റണം. ശരി, അപ്പൊ ഈ ചോദ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. വാട്ട് ലീസ്റ്റ് നമ്പർ ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം? ഇതൊരു വലിയ നമ്പർ ആണ്. 4 2 7 3 9. ഇതിന്റെ അകത്തുനിന്ന് ഇവനെ കുറച്ചാൽ 15 കൊണ്ടും 20 കൊണ്ടും 24 കൊണ്ടും 35 കൊണ്ടും ഹരിക്കാൻ കഴിയുമോ? ഇവനെ കുറച്ചാൽ ഹരിക്കാൻ കഴിയുമോ? ഇവനെ കുറച്ചാൽ ഹരിക്കാൻ കഴിയുമോ? ഇവനെ കുറച്ചാൽ ഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. എടാ 20 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അറ്റത്തൊരു 0 ഉണ്ടാവണ്ടേ? സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുക. വേണ്ടേ?
നിങ്ങൾക്ക് ആരെയൊക്കെ 20 കൊണ്ട് ഹരിക്കാൻ പറ്റുക? 40-നെ പറ്റും, 60-നെ പറ്റും, 1200-നെ പറ്റും, 1340-നെ പറ്റും. അറ്റത്തൊരു മിനിമം 0 അറ്റത്ത് വേണം, എന്നാലേ പറ്റുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് കുറയ്ക്കുന്ന സമയത്ത് ഈ 9-ഉം കുറഞ്ഞോളും അല്ലേ? അപ്പൊ അവിടെ 0 വന്നോളും. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ഇവനെയാ കുറയ്ക്കുന്നുണ്ടെങ്കിലോ ഈ 9 പോവോ? ഇല്ല, 840 കുറയ്ക്കുന്ന ആ 0 അവിടെ തന്നെ, ഈ 9 അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് 9 അറ്റത്ത് കിടക്കുന്നുണ്ട്, 20 കൊണ്ട് ഹരിക്കാൻ പറ്റൂല, അപ്പൊ അത് എടുത്തിട്ട് കാര്യമില്ല. 101 കുറച്ച് നോക്കിയേ. 4, 2, 7, 3, 9-ൽ നിന്നും 101 കുറയ്ക്കാന്ന് പറഞ്ഞാൽ അറ്റത്തുള്ള ആരായിരിക്കും? 8 ആയിരിക്കും. 8-നെ ഈ നമ്പറിനെ നിങ്ങൾക്ക് ഹരിക്കാൻ പറ്റുമോ? 20 കൊണ്ട് പറ്റൂല. ഇത് കുറച്ചാൽ 9 അവിടെ ബാക്കി ഉണ്ടാവില്ല. ഈ 9-ഉം ഇതും കുറയ്ക്കുന്ന